യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. ഒന്ന്, അവനെല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. And don't you black people ever forget one thing. The man that helped Jesus carry that cross was a black man. And don't ever forget another thing. Jesus belongs to Africa as much as he does to Europe and Asia. He was born in that part of the world that touches Africa and Asia and Europe, and Jesus was not a white man like me, nor was he as black as some of you. We don't know what the color of his skin, but it must have been a dark color like the people of his day, because he was a man like them. Don't ever say it's a white man's religion or a black man's religion. It's a world religion. He belongs to the world. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം നോക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനെ സൃഷ്ടാവായും ജീവശ്വാസമായും സ്ത്രീയുടെ സന്തതിയായും ജീവവൃക്ഷമായും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരൻ പെസഹ കുഞ്ഞാടായി നമ്മൾക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നു. ലേവ്യ പുസ്തകത്തിൽ വിശുദ്ധീകരിക്കുന്നവനും മഹാപുരോഹിതനുമായിട്ട് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നു. സംഖ്യാപുസ്തകത്തിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി വഴി നടത്തുന്ന വഴികാട്ടിയായിട്ട് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നു. ആവർത്തന പുസ്തകത്തിൽ അവൻ പ്രവാചകനാണ്, യോശുവയിൽ അവൻ രക്ഷാ നായകനാണ്. ന്യായാധിപനിൽ അവൻ നമ്മുടെ ന്യായ പാലകനാണ്, വിധികർത്താവാണ്, നീതി ദാതാവാണ്. രൂത്തിൽ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നമ്മുടെ ചാർച്ചക്കാരനാണ്. 1 ശമൂവേൽ 2 ശമൂവേലിൽ അവൻ വിശ്വസ്ത പ്രവാചകനാണ്. 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തത്തിൽ അവൻ നമ്മുടെ വാഴുന്ന രാജാവാണ്. എസ്രയുടെ പുസ്തകത്തിൽ ജീവിതത്തിലെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുന്നവനാണവൻ. നെഹമ്യാവിൽ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ അവൻ നമ്മളെ അനുഗമിക്കുന്നവനാണ്, നമ്മൾക്കായി ഇടിവിൽ നിൽക്കുന്നവനാണ്. യോബിന്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പുകാരനാണ്, അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. സങ്കീർത്തനങ്ങളിൽ അവൻ നമ്മുടെ സംഗീതമാണ്, അവൻ നമ്മുടെ ഇടയനാണ്. സദൃശ്യവാക്യങ്ങളിൽ സഭാപ്രസംഗിയിലും അവൻ നമ്മുടെ ജ്ഞാനമാണ്, നമ്മുടെ വിജ്ഞാനമാണ്. ഉത്തമഗീതത്തിൽ അവൻ സ്നേഹവാനായ മണവാളനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാണ്. യിരെമ്യാവിൽ അവൻ നീതിയുടെ കൊമ്പാണ്. വിലാപങ്ങളിൽ നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന വിശ്വസ്ത നായകനാണവൻ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത്ഭുതവാനായ 4 മുഖമുള്ള വ്യക്തിയാണ് അവൻ. സിംഹത്തിന്റെ മുഖം, കഴുകന്റെ മുഖം, കാളയുടെ മുഖം, മനുഷ്യന്റെ മുഖം. ദൈവം, രാജാവ്, ദാസൻ, മനുഷ്യൻ എന്ന നിലയിൽ വെളിപ്പെട്ട ക്രിസ്തു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ജീവിതത്തിന്റെ തീച്ചൂളയിലെ 4ാമത് ഇറങ്ങി വന്നവനാണവൻ. ഹോശേയയുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ വിശ്വസ്ത പങ്കാളിയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ആമോസിന്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ ഭാരത്തെ വഹിക്കുന്നവനാണ്. ഒബദ്യാവിന്റെ പുസ്തകത്തിൽ അവൻ രാജ്യത്തിന്റെ നാഥനാണ്. യോനയുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ വലിയ മിഷണറിയാണ്. മീഖയുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ സന്ദേശ വാഹകനാണ്. നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ കഷ്ടദിവസത്തിലെ ആശ്വാസകനാണവൻ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിന്റെ ദൂതുവാഹകനാണ്. സെഫന്യാവിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. ഹഗായിയുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ വീണ്ടെടുക്കുന്നവനാണ്. സഖരിയാവിൽ അവൻ നമ്മുടെ നീരുറവയാണ്. മലാഖിയിൽ അവൻ നമ്മുടെ ഉടമ്പടിയുടെയും നീതിയുടെയും സൂര്യനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ രാജാവാണ്. മാർക്കോസിൽ അവൻ ദാസനാണ്. ലൂക്കോസിൽ അവൻ മനുഷ്യപുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ ദൈവപുത്രനാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ അവൻ ലോക രക്ഷകനാണ്. റോമറിൽ അവൻ നീതിയുടെ ദൈവമാണ്. 1 കൊരിന്ത്യരിൽ ഇസ്രായേലിന്റെ പാറയാണവൻ. 2 കൊരിന്ത്യരിൽ അവൻ വിജയ കാഹളമാണ്. ഗലാത്യരിൽ
അവൻ സ്വാതന്ത്ര്യമാക്കുന്നവനാണ്. എഫെസ്യരിൽ സഭയുടെ തലയാണവൻ. ഫിലിപ്പിയരിൽ അവൻ നമ്മുടെ സന്തോഷമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. കൊലോസ്യരിൽ അവൻ പൂർത്തീകരിക്കുന്നവനാണ്. 1 തെസ്സലോനിക്കരിൽ അവൻ നമ്മുടെ പ്രതീക്ഷയാണ്. 2 തെസ്സലോനിക്കരിൽ അവൻ നമ്മുടെ മഹത്വമാണ്. 1 തീമോഥെയോസിൽ അവൻ നമ്മുടെ വിശ്വാസമാണ്. 2 തീമോഥെയോസിൽ അവൻ നമ്മുടെ ഉറപ്പാണ്. തീത്തോസിൽ അവൻ നമ്മുടെ സത്യമാണ്. ഫിലോമോനിൽ അവൻ നമ്മുടെ ഉപനിധിയാണ്. എബ്രായറിൽ അവൻ നമ്മുടെ പരിപൂർണതയാണ്. യാക്കോബിൽ അവൻ നമ്മുടെ ശക്തിയാണ്. 1 പത്രോസിൽ അവൻ നമ്മുടെ മാതൃകയാണ്. 2 പത്രോസിൽ അവൻ നമ്മുടെ വിശുദ്ധിയാണ്. 1 യോഹന്നാനിൽ അവൻ നമ്മുടെ ജീവനാണ്. 2 യോഹന്നാനിൽ അവൻ നമ്മുടെ പങ്കാളിയാണ്. 3 യോഹന്നാനിൽ അവൻ നമ്മുടെ ഉത്തേജനവും പ്രചോദനവുമാണ്. യൂദയുടെ പുസ്തകത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണവൻ. വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും വരുന്ന രാജാവാണ്.